റൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ LPSC മാരത്തോണിൻ്റെ 10ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ തേർഡ് പാർട്ടാണ്. ഈ ഒരു പാർട്ടോടുകൂടി സോഷ്യൽ സയൻസ് തീരുകയാണ്. ഇതിനുമുമ്പ് 2 പാർട്ട് സോഷ്യൽ സയൻസിന് ചെയ്തിട്ടുണ്ട്. ഇതിനുമുമ്പ് നമ്മൾ ഒത്തിരി വീഡിയോസ് ഈ ഒരു LPSC മാരത്തോണുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് LPSCക്ക് വേണ്ടി ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുമുമ്പ് കാണാത്ത വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. LPSCക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നന്നായി പഠിച്ച് കഴിഞ്ഞവർക്ക് വേണ്ടി റിവിഷൻ എന്ന രീതിയിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് യൂസ് ചെയ്യാവുന്നതാണ്. പഠിക്കാൻ ഇനി അരിവ് മൂലയും മുക്കുമൂലയൊക്കെ ബാക്കിയുള്ളവർക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് ഒരു ഉയർന്ന മാർക്കിലേക്ക് എത്താനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇത് ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങുന്ന 10 പേർക്ക് നമ്മൾ പകുതി റേറ്റിനായിരിക്കും ക്വസ്റ്റ്യൻ ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി. ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ആദ്യം ഓർഡർ ചെയ്യുന്ന 10 പേർക്ക് മാത്രമേ ഈ ഓഫർ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ താഴെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഹായ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് LPSC മാരത്തോണിൻ്റെ സോഷ്യൽ സയൻസ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പാർലമെൻ്റ് ആണ് കേട്ടോ. എന്തായിരിക്കും പാർലമെൻ്റ് എന്ന് പറയുന്നത്? ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗത്തെയാണ് നമ്മൾ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഗവൺമെൻറ്റിനെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? അപ്പോൾ പാർലമെൻറ്റ് പഠിക്കുന്നതിന് മുമ്പ് പാർലമെൻറ്റിൻ്റെ ഒരു ബേസിക് കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കേസായിരിക്കും, ഇനി അറിയില്ലാത്തവരൊന്നും ശ്രദ്ധിക്കുക കേട്ടോ. ഇന്ത്യയിലെ പാർലമെൻറ്റിന് നമുക്ക് ഇന്ത്യയിലെ ഗവൺമെൻറ്റിന് നമുക്ക് എന്ത് ചെയ്യാം? 3 ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ് ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്? ആദ്യത്തേത് നിയമനിർമ്മാണ വിഭാഗം. ആദ്യത്തേതാണ് നിയമനിർമ്മാണ വിഭാഗം. അതെന്താണ്? നിയമം നിർമ്മിക്കുന്നത്. ആരാണ് നിയമം നിർമ്മിക്കുന്നത്? രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചോദ്യം ചോദിക്കാം, താഴെ കൊടുത്തിരിക്കുന്നത് നിയമനിർമ്മാണ വിഭാഗത്തിൽ പെടാത്തത് ഏത്? അപ്പോൾ ആരൊക്കെയാണ് നിയമം നിർമ്മിക്കുന്നത്? രാഷ്ട്രപതിയും ലോകസഭയും രാജ്യസഭയും ചേർന്നിട്ടാണ് ഇന്ത്യയിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നത്. ഇനി ഇന്ത്യൻ ഗവൺമെൻറ് 2ാമത്തെ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. ഏതാണ്? കാര്യനിർവഹണ വിഭാഗം. കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാ ഡേ ടു ഡേ ആക്ടിവിറ്റീസും ചെയ്ത് മുന്നോട്ട് പോകുന്ന, അത് നമ്മുടെ പ്രധാനപ്പെട്ട നിയമങ്ങളും വശങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഉന്നത പദവിയിലിരിക്കുന്ന ആളുകൾ. അതൊക്കെയാണത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. അപ്പോൾ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾ മുതൽ ഏറ്റവും ഒരു പിയൂൺ വരെ ഈ ഒരു വിഭാഗത്തിൽ പെടുന്ന വ്യക്തികളാണ്. അപ്പോൾ ആരൊക്കെയാണത്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. അപ്പോൾ നിയമനിർമ്മാണ വിഭാഗത്തിലെ നിർമ്മിച്ചിരിക്കുന്ന നിയമങ്ങളെ അനുസരിച്ച് രാജ്യത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ആര്? കാര്യനിർവഹണ വിഭാഗത്തിലിരിക്കുന്നത്. ആരൊക്കെയാണ് കാര്യനിർവഹണ വിഭാഗത്തിലിരിക്കുന്നത്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. ഇനി നീതിന്യായ വ്യവസ്ഥയാണ്. നമ്മൾ പറഞ്ഞു നിയമനിർമ്മാണ വിഭാഗത്തെ, ആ നിയമത്തെ വ്യാഖ്യാനിക്കുന്ന ആരാണ്? അത് നീതിന്യായ വിഭാഗമാണ്. നീതിന്യായ വിഭാഗം എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരും? സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, സബ് കോടതി, മുനിസിപ്പൽ കോടതി, മജിസ്ട്രേറ്റ് കോടതി. അപ്പോൾ നീതിന്യായ വിഭാഗത്തിൽ ആരൊക്കെയാണ് വരുന്നത്? സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, സബ് കോടതി, മുനിസിപ്പൽ കോടതി, മജിസ്ട്രേറ്റ് കോടതി എന്നിവരൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്, നീതിന്യായ വിഭാഗത്തിൽ വരുന്നത്. അപ്പോൾ ഒന്നോടെ ഞാൻ പറയുകയാണ്, ഇന്ത്യയിലെ ഗവൺമെൻറ്റിന് നമുക്ക് എന്തായി തരംതിരിക്കാം? 3 ആയി തിരിക്കാം. ഒന്ന് നിയമനിർമ്മാണം നടത്തുന്നവർ, കാര്യനിർവഹണം നടത്തുന്നവർ, നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ വിഭാഗത്തിൽ ആരൊക്കെ വരുന്നു? രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. എന്നോടൊപ്പം പറഞ്ഞു വയ്ക്കുക. ഇപ്പം തന്നെ നമുക്ക് ഇതങ്ങ് പഠിച്ചു പോകാം. ഇപ്പം തന്നെ പഠിച്ചു പോയിട്ട് പിന്നെ നിങ്ങൾക്ക് വേറെ ജസ്റ്റ് എക്സാമിന് കയറുന്ന ഒരു ദിവസം മുമ്പ് ഒന്ന് വായിച്ചു വിട്ടാൽ മാത്രം മതിയായിരിക്കും. അപ്പോൾ നിയമനിർമ്മാണം ആരൊക്കെയാണെന്നുള്ളത് പറഞ്ഞ് എന്നോടൊപ്പം പറഞ്ഞേ. രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. കാര്യനിർവഹണ വിഭാഗത്തിൽ ആരൊക്കെ വരുന്നു? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. നീതിന്യായ വിഭാഗത്തിലോ സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, സബ് കോടതി, മുനിസിപ്പൽ കോടതി, മജിസ്ട്രേറ്റ് കോടതി. ഇനി നമുക്ക് എന്താണ് പാർലമെൻറ്റ് നോക്കാം. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗത്തെയാണ് നമ്മൾ പാർലമെൻറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ ചേർന്നാണ് എന്ത് വരുന്നത്? നിയമങ്ങൾ നിർമ്മിക്കുന്നത്. അതിൽ ലോകസഭയും രാജ്യസഭയും ചേർന്നാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാർലമെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ നിയമനിർമ്മാണം സമ്മേളിക്കുന്ന മന്ദിരമാണ് ഏത്? പാർലമെൻറ്റ് മന്ദിരം. ഇന്ത്യൻ പാർലമെൻറ്റ് രൂപീകരണ ഭരണഘടന ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ഈ പാർലമെൻറ്റ് രൂപീകരിക്കുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? അനുച്ഛേദം 79 പ്രകാരമാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ദ്വിമണ്ഡല സഭയാണ്. ഒരു ദ്വിമണ്ഡല സഭയാണ് ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് രാജ്യസഭയും ലോകസഭയും പ്രസിഡൻറ്റും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിയമം നിർമ്മിക്കുന്നതിൽ ആരൊക്കെ വരുന്നു? രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ.
അപ്പോൾ ഇവിടെ നിയമം നിർമ്മിക്കുന്നത് പാർലമെൻറ്റിൽ ആരൊക്കെ വരും? രാജ്യസഭ, ലോകസഭ, പ്രസിഡന്റ് ഓർ രാഷ്ട്രപതി. ഇവരാണ് എന്തിനകത്ത് വരുന്നത്? പാർലമെൻറ്റിൽ വരുന്നത്. പാർലമെൻറ്റ് നിയമം നിർമ്മിക്കാനുള്ള അധികാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? പാർലമെൻറ്റാണ് നിയമം നിർമ്മിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എവിടെ നിന്നാണ് ഈ പാർലമെൻറ്റിന് നിയമം നിർമ്മിക്കാനുള്ള അധികാരം ലഭിക്കുന്നത്? ഭരണഘടനയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ഭരണഘടനയിൽ നിന്നാണ് നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെൻറ്റിന് ലഭിക്കുന്നത്. ഈ പാർലമെൻറ്റ് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് ആരാണ്? നമ്മുടെ പ്രസിഡൻ്റാണ് പാർലമെൻറ്റ് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? രാഷ്ട്രപതി ഒരു പാർലമെൻറ്റിൻ്റെ അംഗമല്ല. പക്ഷേ പാർലമെൻറ്റിൻ്റെ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. പക്ഷേ രാഷ്ട്രപതി പാർലമെൻറ്റിൻ്റെ അംഗമാണോ? അല്ലേ അല്ല. രാഷ്ട്രപതി പാർലമെൻറ്റിൻ്റെ അംഗമല്ല. പക്ഷേ സമ്മേളനങ്ങളെല്ലാം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. എന്നാൽ അദ്ദേഹം പാർലമെൻറ്റ് അവിഭാജ്യ ഘടകമാണ്. അദ്ദേഹം പാർലമെൻറ്റ് അംഗമല്ലെങ്കിലും അദ്ദേഹം പാർലമെൻറ്റിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. പാർലമെൻറ്റ് സമ്മേളനങ്ങൾ വിളിക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകളെല്ലാം നിർവഹിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. എന്താണ്? രാഷ്ട്രപതി എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ അംഗമാണോ? അല്ല. പക്ഷേ പാർലമെൻറ്റിൻ്റെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ്. പാർലമെൻറ്റിലെ ഈ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് എല്ലാം ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയായിരിക്കും. അപ്പോൾ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗമാണ് പാർലമെൻറ്റ്. പാർലമെൻറ്റ് ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി എന്നിവരാണ് പാർലമെൻറ്റ് ഉൾക്കൊള്ളുന്നത്. അനുച്ഛേദം 79 പ്രകാരമാണ് ഈ പാർലമെൻറ്റ് പ്രവർത്തിക്കുന്നത്. ഇനി ഒരു ബില്ലിനെ കുറിച്ച് പഠിക്കേണ്ടത് ബില്ലെന്ന് പറഞ്ഞാൽ എന്താ? നിയമത്തിൻ്റെ കരട് രൂപമാണ് ബില്ലെന്ന് പറഞ്ഞാൽ. നിയമത്തിൻ്റെ കരട് രൂപത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? ബില്ലെന്ന് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു പാർലമെൻറ്റ് പ്രധാനപ്പെട്ട ചുമതല എന്താണ്? നിയമം നിർമ്മിക്കുക എന്താണ്? നിയമങ്ങൾ നിർമ്മിക്കുക എന്താണ് പാർലമെൻറ്റ് പ്രധാനപ്പെട്ട ചുമതലകൾ. അപ്പോൾ ഒരു നിയമം നിർമ്മാണിക്കുന്നതിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും അതിൻ്റേതായ വലിയ പങ്കുണ്ട് കേട്ടോ. രാജ്യസഭയും ലോകസഭയും ചർച്ച ചെയ്തതിന് ശേഷമാണ് എപ്പോഴും നമുക്കൊരു നിയമം കിട്ടുന്നത്. അപ്പോൾ ഈ ലോകസഭയും രാജ്യസഭയും വേറെ വേറെ സമ്മേളിക്കുന്നു. ലോകസഭ വേറെ സമ്മേളിക്കുന്നു, രാജ്യസഭ വേറെ സമ്മേളിക്കുന്നു. എന്നിട്ടാണ് ഒരു ബില്ലിന് അംഗീകാരം നൽകുന്നത്. അപ്പോൾ നിയമത്തിൻ്റെ കരട് രൂപത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബില്ലെന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ ബില്ല് നമുക്ക് എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാം. പാർലമെൻറ്റ് വേണമെങ്കിൽ ആദ്യം അവതരിപ്പിക്കാം, അല്ലെങ്കിൽ ലോകസഭയിൽ വേണമെങ്കിൽ ആദ്യം അവതരിപ്പിക്കാം, അല്ലെങ്കിൽ രാജ്യസഭയിൽ വേണമെങ്കിൽ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാം, പിന്നെ ലോകസഭയിൽ അവതരിപ്പിക്കാം. ഇങ്ങനെയാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ബിൽ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയാം എങ്ങനെയാണ് ഒരു ബില്ല് ആക്റ്റീവായിട്ട് വരുന്നത്, അതൊരു നിയമമായിട്ട് വരുന്നതെന്ന് സിമ്പിളായിട്ട് ഞാൻ ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നിയമത്തിൻ്റെ കരട് രൂപത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബില്ല് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളൊരു നിയമം വരികയാണ് നമ്മുടെ നാട്ടിലേക്ക്, ഒരു പുതിയൊരു കാര്യം വരികയാണ്. അപ്പോൾ അതും പറഞ്ഞിരുന്നു ബില്ലെന്ന് പറയുന്നത് എന്താണ്? സാധാരണ ഒരു ബില്ല് എവിടെ വേണമെങ്കിലും ആദ്യം അവതരിപ്പിക്കാം. രാജ്യസഭയിലോ അല്ലെങ്കിൽ ലോകസഭയിലോ എവിടെ വേണമെങ്കിലും ഒരു ബില്ല് അവതരിപ്പിക്കാം. ആദ്യം രാജ്യസഭയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ച ശേഷം ബില്ല് എങ്ങോട്ട് വരുന്നു? നമ്മുടെ ലോകസഭയിലേക്ക് വരുന്നു. ലോകസഭയിൽ അംഗീകരിച്ചതിന് ശേഷം രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി അത് നിയമമായിട്ട് മാറുന്നു. ആ സമയത്ത് നമ്മളിപ്പോൾ രാജ്യസഭയിൽ ആദ്യം അവതരിപ്പിച്ച് ലോകസഭയിലേക്ക് വന്നു എന്ന് പറഞ്ഞു. ഈ ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്, പിന്നെ അത് രാജ്യസഭയിലേക്ക് വരും. ഒരു ബില്ലിന് 3 തരത്തിലുള്ള വായനയുണ്ട്. 1ാം വായന, 2ാം വായന, 3ാം വായന. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബില്ല് ആദ്യം, സാധാരണ ബില്ലിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്, ആദ്യം രാജ്യസഭയിലേക്ക് വരുന്നു. രാജ്യസഭയിലേക്ക് വന്നു കഴിയുമ്പോൾ 1ാം വായന, അതായത് 1ാം വായന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബില്ല് അവതരിപ്പിക്കലാണ്. എന്താണ്? ബില്ല് അവതരിപ്പിക്കലാണ് 1ാം വായന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 2ാം വായന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബില്ല് അവതരിപ്പിച്ചു. ഇനി ബില്ലിലെ ഓരോ വകുപ്പുകളും രാജ്യസഭയിലുള്ള എല്ലാവരും ചർച്ച ചെയ്യുന്നു. ഓരോ വകുപ്പുകളും എടുത്ത് അതിൻ്റെ ആ ഒരു ബില്ല് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നിയമപ്രകാരം എന്തൊക്കെ ഗുണങ്ങളാണ് ജനങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ബില്ല് വരുന്നത് പോലും ഇന്ന ദോഷങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആ ബില്ലിൻ്റെ ഇത്രാമത്തെ വകുപ്പ് അത്ര ശരിയാണോ, ആ വകുപ്പ് എടുത്ത് പ്രത്യേകം ചർച്ച ചെയ്യുന്നു. ഈ വകുപ്പ് വന്ന ജനങ്ങൾക്ക് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാകില്ലേ, അല്ലെങ്കിൽ ഈ വകുപ്പ് വന്ന ജനങ്ങൾക്ക് ഇത്ര നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാകില്ലേ. അപ്പോൾ ആ ഒരു ബില്ലിലെ ഓരോ എവരി പാർട്ട് എടുത്ത് എന്ത് ചെയ്യുന്നു? 3ാം വായന എന്ന് പറയുന്നത് ബില്ല് മൊത്തമായിട്ട് പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യും. 3ാം വായനയിൽ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ബില്ല് മൊത്തമായിട്ട് അങ്ങോട്ട് പാസ്സാക്കും, അതായത്
ഈ ബില്ല് വന്നിട്ടാണ് ഇന്ന നല്ല കാര്യങ്ങൾക്ക് ഉപകരിക്കും എന്ന രീതിയിൽ ബില്ല് എല്ലാവരും ഔദ്യോഗികമായിട്ട് പാസ്സാക്കും. അല്ലെങ്കിൽ ഈ ബില്ല് വന്നിട്ട് യാതൊരു കാര്യമില്ല, ഇന്ന പ്രശ്നങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ ഇതിന് പുറകിലായിട്ട് വരാം എന്ന് ഇതിനകത്ത് ബില്ല് എന്ത് ചെയ്യും, നിരാകരിക്കും. അപ്പോൾ ഏത് സ്ഥലത്താണോ നമ്മൾ ആദ്യം ഇപ്പോൾ രാജ്യസഭയിലാണ് ഇത് കൊണ്ടുവരുന്നത്, ഈ 3 വായനയും കഴിഞ്ഞ് ലോകസഭയിലേക്ക് വരും. ലോകസഭയിലാണ് കൊണ്ടുവരുന്നെങ്കിൽ മൊത്തം വായനയും കഴിഞ്ഞ് രാജ്യസഭയിലേക്ക് വരും. 1ാം വായന, 2ാം വായന, 3ാം വായന. ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞത്. ഇത് അടുത്ത സഭയിലേക്ക് വരുമ്പോൾ വീണ്ടും നേരത്തെ പറഞ്ഞിട്ടുള്ള 1ാം വായനയും 2ാം വായനയും 3ാം വായനയും റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ രാജ്യസഭയിലാണ് ഇത് ആദ്യം അവതരിപ്പിക്കുന്നതെങ്കിൽ പിന്നെ എങ്ങോട്ടേക്ക് വരും, ലോകസഭയിലേക്ക് വരും. ഇപ്പോൾ ലോകസഭയിൽ 1ാം വായന എന്ന് പറഞ്ഞാൽ എന്താണ്, ബില്ല് അവതരിപ്പിക്കുന്നു. 2ാം വായന ഈ ബില്ലിലെ ഓരോ പാർട്ടും എടുത്ത് പ്രത്യേകം ചർച്ച ചെയ്യുന്നു. 3ാം വായന എന്ത് സംഭവിക്കുന്നു, ബില്ല് എന്ത് ചെയ്യും, ഒന്നെങ്കിൽ നിരാകരിക്കുകയോ അല്ലെങ്കിൽ ബില്ല് മൊത്തമായി പാസ്സാക്കുകയോ ചെയ്യും. അങ്ങനെ രാജ്യസഭയിലും പാസ്സാക്കി, ലോകസഭയിലും പാസ്സാക്കി, പിന്നെ ഈ ബില്ല് ആരുടെ അടുത്തേക്ക് വരും, രാഷ്ട്രപതിയുടെ അടുത്തേക്ക് വരും. രാഷ്ട്രപതി അത് വായിച്ചു നോക്കി കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, രാഷ്ട്രപതി അതിനകത്ത് ഒപ്പുവയ്ക്കുന്നു. അങ്ങനെ രാഷ്ട്രപതി ഒപ്പുവെച്ച് എന്താകുന്നു, ആ ബില്ല് നിയമമായിട്ട് മാറുന്നു. എന്തായിട്ട് മാറുന്നു, ആ ബില്ല് രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടുകൂടി ആ ബില്ലൊരു നിയമമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലോകസഭ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പാർലമെൻറ്റ് എന്താണ് ജസ്റ്റ് നോക്കിപ്പോയി. ഇനി നമുക്ക് ലോകസഭ എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ബില്ലിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, എവിടെ വേണമെങ്കിലും ബില്ല് ആദ്യം അവതരിപ്പിക്കാം. അതായത് സാധാരണ ബില്ലാണെങ്കിൽ രാജ്യസഭയിലോ ലോകസഭയിലോ എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാം. രാജ്യസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നതെങ്കിൽ പിന്നീട് ലോകസഭയിലേക്ക് വരും. ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നതെങ്കിൽ പിന്നെ ബില്ല് രാജ്യസഭയിലേക്കും വരും. പക്ഷേ അത്തരത്തിലല്ലാത്തൊരു ബില്ലുണ്ട്, അതാണ് ധനബില്ലെന്ന് പറയുന്നത് കേട്ടോ. ധനബില്ലെന്ന് പറഞ്ഞാൽ എന്താണ്, പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളെയാണ് നമ്മൾ ധനബില്ലെന്ന് വിളിക്കുന്നത്. ഈ ധനബില്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധനബില്ല് ആദ്യം ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കുകയുള്ളൂ. എന്ത് ചെയ്യുള്ളൂ, ധനബില്ല് ആദ്യം എവിടെ മാത്രമേ അവതരിപ്പിക്കുകയുള്ളൂ, ലോകസഭയിൽ മാത്രമേ ധനബില്ല് ആദ്യം അവതരിപ്പിക്കുകയുള്ളൂ. സാധാരണ ബില്ലാണെങ്കിൽ എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാം. രാജ്യസഭയിൽ വേണമെങ്കിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ ലോകസഭയിൽ വേണമെങ്കിൽ ലോകസഭയിൽ അവതരിപ്പിക്കാം. പക്ഷേ ഏത് ബില്ല്, ധനബില്ല്, വീണ്ടും ഞാൻ പറയുന്നു, ധനബില്ല് എവിടെ മാത്രമേ അവതരിപ്പിക്കുകയുള്ളൂ, ആദ്യം ലോകസഭയിൽ മാത്രമേ ധനബില്ല് ആദ്യം അവതരിപ്പിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെ അത് ഓർത്തിരിക്കും, ഇങ്ങനെ ഓർത്തിരിക്കുക, ലോകത്ത് ജീവിക്കണമെങ്കിൽ ധനം ആവശ്യമാണ്. ധനം എന്ന് പറഞ്ഞാൽ എന്താണ്, പണം എന്നൊരു മീനിങ് ധനത്തിനുണ്ടല്ലേ. അപ്പോൾ ലോകത്ത് ജീവിക്കണമെങ്കിൽ പണം ആവശ്യമാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ധനബില്ല് എവിടെ മാത്രമേ ആദ്യം അവതരിപ്പിക്കുകയുള്ളൂ, ലോകത്ത് ലോകത്ത് ധനം, ലോകത്ത് ജീവിക്കണമെങ്കിൽ ധനം ആവശ്യമാണ്. അതുപോലെ തന്നെ ധനബില്ല് എവിടെ മാത്രമേ ആദ്യം അവതരിപ്പിക്കുകയുള്ളൂ, ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കുകയുള്ളൂ എന്ന കോഡോടുകൂടി നിങ്ങൾ ഓർത്തിരുന്നാൽ ഒരിക്കലും അത് മറക്കില്ല. ഇനി നമുക്ക് ലോകസഭയിലേക്ക് കിടക്കാം കേട്ടോ. ലോകസഭ എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോസഭ, ഇന്ത്യൻ പാർലമെൻറ്റ് ലോവർ ഹൗസ് അല്ലെങ്കിൽ അധോസഭ എന്നാണ് ലോകസഭ അറിയപ്പെടുന്നത്. ജനപ്രതിനിധി സഭ എന്നും അറിയപ്പെടുന്നു. ജനപ്രതിനിധി സഭ എന്നും അറിയപ്പെടുന്നുണ്ട്. ഫസ്റ്റ് ചേംബർ, പോപ്പുലർ ഹൗസ് എന്നിങ്ങനെയും അറിയപ്പെടുന്നു. അപ്പോൾ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു, ഫസ്റ്റ് ചേംബർ എന്നും പോപ്പുലർ ഹൗസ് എന്നൊക്കെ എന്തറിയപ്പെടുന്നുണ്ട്, ലോകസഭ അറിയപ്പെടുന്നുണ്ട്. ജനങ്ങൾ നേരിട്ടാണ് ലോകസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ജനങ്ങൾ എന്ത് ചെയ്യുന്നു, നേരിട്ടാണ് ലോകസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഭരണഘടനയുടെ 81ാം വകുപ്പ് അനുസരിച്ചിട്ടാണ് ലോകസഭ രൂപീകൃതമായിട്ടുള്ളത്. ലോകസഭ രൂപീകൃതമായത് 1952 ഏപ്രിൽ 17 എന്നാണ്. 1952 ഏപ്രിൽ 17 ലോകസഭ രൂപീകൃതമായത്. ലോകസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1952 മെയ് 13 ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്ന് ലോകസഭയെ ഹിന്ദി പേര് സ്വീകരിച്ചത്. ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്ന് ലോകസഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ച 1954 മുതലാണ്. അപ്പോൾ എന്താണ്, ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നായിരുന്നു ലോകസഭയുടെ ആദ്യത്തെ പേര്. ഈ ഹൗസ് ഓഫ് ദി പീപ്പിൾ നിന്ന് ലോകസഭ എന്ന പേരിലേക്ക് മാറിയത് എന്നു മുതലാണ്, 1954 മെയ് 14 മുതലാണ്. അപ്പോൾ ജനങ്ങൾ നേരിട്ട് 543 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. എന്താണ്, ജനങ്ങൾ നേരിട്ട് എന്ത് ചെയ്യുന്നു, 543 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. നിലവിൽ ലോകസഭ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നില്ല. നിലവിൽ എന്ത് ചെയ്യുന്നില്ല, ലോകസഭയിലേക്ക് അംഗങ്ങളെ ഒന്നും നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നില്ല. പക്ഷേ മുൻപ് 2 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിലവിലെ ലോകസഭയിലേക്ക് എന്ത് ചെയ്യുന്നില്ല, അംഗങ്ങളെ ഒന്നും നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നില്ല. പക്ഷേ ഇതിനു മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് 2 അംഗങ്ങളെ വെച്ച് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. എത്ര വർഷമാണ് ലോകസഭയുടെ കാലാവധി, 5 വർഷമാണ് കാലാവധി. എത്രയാണ്, 5 വർഷമാണ് ലോകസഭയുടെ കാലാവധി എന്ന് പറയുന്നത്. ആരാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്, സ്പീക്കറാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. ആരാണ്, സ്പീക്കറാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. ലോകസഭയുടെ പരവതാനിയുടെ നിറം,
ലോകസഭയുടെ പരവതാനിയുടെ നിറം എന്ന് പറയുന്നത് പച്ചയാണ്. അപ്പോൾ ലോകത്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരുന്നാൽ മതി. ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നിറം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? പെട്ടെന്ന് പച്ച ഓർമ്മ വരും. കാരണം എപ്പോഴും എന്താണ് ചെടികളും എല്ലൊക്കെ എങ്ങനെയാണ്, വൃക്ഷങ്ങളൊക്കെ പച്ച കളറിലാണ് കാണപ്പെടുന്നത്. അത് വെച്ച് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കാണപ്പെടുന്ന നിറം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും പച്ച വരും അല്ലേ. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കുക. ലോകസഭയുടെ പരവതാനിയുടെ നിറം എന്ന് പറയുന്നത് പച്ചയാണ്. കുതിരലാടത്തിൻ്റെ ആകൃതിയിലാണ് സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത്. കുതിരലാടത്തിൻ്റെ ആകൃതിയിലാണ് സീറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ്, അധോസഭ, ജനപ്രതിനിധി സഭ, ഫസ്റ്റ് ചേംബർ, പോപ്പുലർ ഹൗസ് എന്നൊക്കെ അറിയപ്പെടുന്ന ലോകസഭയാണ്. ലോകസഭ രൂപീകൃതമായത് 81-ാം വകുപ്പ് പ്രകാരമാണ്. ലോകസഭ രൂപീകൃതമായത് 1952 ഏപ്രിൽ 17-ാം തീയതിയാണ്. ലോകസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1952 മെയ് 13-ാം തീയതിയാണ്. ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നായിരുന്നു ലോകസഭയുടെ ആദ്യ കാലത്തെ പേര്. ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്ന് ലോകസഭ എന്ന പേര് സ്വീകരിച്ചത് 1954 മെയ് 14-ാം തീയതിയാണ്. ലോകസഭയുടെ പരവതാനിയുടെ നിറം എന്താണ്? എന്നോടൊപ്പം പറഞ്ഞ് എന്താണ്? പച്ച കളറാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നിറം എന്ന രീതിയിൽ പച്ച ഓർത്ത് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. കുതിരലാടത്തിൻ്റെ ആകൃതിയിലാണ് സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത്. ജനങ്ങൾ നേരിട്ട് 543 അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നു. നിലവിൽ ലോകസഭയിലെ അംഗങ്ങൾ ആരും നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നില്ല. പക്ഷെ മുൻപ് 2 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. 5 വർഷമാണ് കാലാവധി. സ്പീക്കറാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. ഇനി ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഏത് അനുച്ഛേദ പ്രകാരമാണ്? 52-ാം അനുച്ഛേദ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. ഓർക്കണേ, ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ലോകസഭ അംഗമാകാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 25 വയസ്സാണ് കേട്ടോ. ലോകസഭ അംഗമാകാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കാൻ മറക്കല്ലേ കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രാജ്യസഭയെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ എന്നാണ് എന്തറിയപ്പെടുന്നത്? രാജ്യസഭ അറിയപ്പെടുന്നത്. ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ് രാജ്യസഭ രൂപീകൃതമായിട്ടുള്ളത്? 80-ാം വകുപ്പ് അനുസരിച്ചിട്ടാണ്. ലോകസഭയാണെങ്കിലോ 81-ാം വകുപ്പ് അനുസരിച്ചിട്ടാണ് ലോകസഭ രൂപീകൃതമായിട്ടുള്ളത്. 80-ാം വകുപ്പ് അനുസരിച്ചിട്ടാണ് രാജ്യസഭ രൂപീകൃതമായിട്ടുള്ളത്. രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3-ാം തീയതിയാണ്. രാജ്യസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1952 മെയ് 13-ാം തീയതിയാണ്. അതേ ദിവസം തന്നെയാണ് ലോകസഭയുടെ പ്രഥമ സമ്മേളനം നടക്കുന്നത്. രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3-ന്. രാജ്യസഭയുടെ പ്രഥമ സമ്മേളനം 1952 മെയ് 13-നാണ്. കൗൺസിൽ ഓഫ് ദി സ്റ്റേറ്റ്സ്, രാജ്യസഭ എന്ന പേര് സ്വീകരിച്ചത് 1954 ഓഗസ്റ്റ് 23-നാണ്. അപ്പോൾ രാജ്യസഭയുടെ മുൻകാലത്തെ പേരെന്തായിരുന്നു? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നായിരുന്നു. അത് രാജ്യസഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ചത് 1954 ഓഗസ്റ്റ് 23-ാം തീയതിയാണ്. രാജ്യസഭയുടെ പരവതാനിയുടെ നിറം എന്താണ്? ചുവപ്പാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് ഇനി ഓർത്തിരിക്കാം. രാജ്യസഭ എന്ന് പറയുമ്പോൾ രാജാവ് എന്ന മീനിങ്ങിൽ ഓർത്തിരിക്കുക. രാജാവ് എപ്പോഴും എങ്ങനെയാണ്? സദസ്സിൽ രാജാവ് എഴുന്നള്ളുന്ന എപ്പോഴും ഒരു ചുമന്ന പരവതാനിയുടെ ചവിട്ടിക്കൊണ്ടായിരിക്കുമല്ലോ വരും. നമ്മൾ സിനിമയിലോ കണ്ടിട്ടില്ലേ? പണ്ടത്തെ സിനിമകളിലും രാജാക്കന്മാരുടെയൊക്കെ പണ്ട് സീരിയലുകളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ കണ്ടു നോക്കിയിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ രാജാവൊക്കെ എപ്പോഴും എല്ലാവരും അഭിസംബോധന ചെയ്ത് സംസാരിക്കാനൊക്കെ വരുന്നത് ഈ ഒരു ചുമന്ന പരവതാനിയിലൂടെ നടന്നിട്ടായിരിക്കും. അപ്പോൾ അത് കണക്ട് ചെയ്ത് ഓർത്തിരുന്നാൽ മതി. രാജാവ് എന്ന് പറയുമ്പോൾ എന്താണ്? ചുവപ്പ് എന്നുള്ള രീതിയിലേക്ക് ഓർത്തിരിക്കുക. ലോകസഭ നിറമായിരുന്നു പ്രദാനം ചെയ്യുന്നത്. പരവതാനിയുടെ നിറം എന്തായിരുന്നു? പച്ചയായിരുന്നു. ലോകത്തെ ഏറ്റവും കൂടുതലുള്ള പച്ചയാണെന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. രാജാവ് ചുമന്ന പരവതാനിയിലൂടെയാണ് നടക്കുന്നതെന്ന് ഓർത്തിരിക്കുന്നിട്ട് ചുമപ്പും കണക്ട് ചെയ്യുക കേട്ടോ. ഇനി അർത്ഥവൃത്താകൃതിയിലുള്ള സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്നു. അർത്ഥവൃത്താകൃതിയിലുള്ള സീറ്റുകളാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇനി തിരഞ്ഞെടുക്കുന്ന 238 അംഗങ്ങളായിരിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്നത് 238 അംഗങ്ങളെയായിരുന്നു. നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന 12 അംഗങ്ങളെയായിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു ലോകസഭയിൽ ആരെയും നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നില്ല. പക്ഷേ പണ്ട് 2 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. രാജ്യസഭയിൽ 12 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നുണ്ട്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നാണ് അറിയപ്പെടുന്നത്. ആര്? രാജ്യസഭ. സ്ഥിരം സഭയാണ്. ഉപരാഷ്ട്രപതി അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നു. ആരാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്? ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. ലോകസഭയിലാണെങ്കിലോ സ്പീക്കർ ആയിരിക്കും അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. രാജ്യസഭയിലാണെങ്കിൽ ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. രാജ്യസഭ എന്ന് പറയുന്ന ഒരു സ്ഥിരം സഭയാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് കാലാവധി ഇല്ല. രാജ്യസഭ അംഗത്തിൻ്റെ കാലാവധി ആണെങ്കിലോ 6 വർഷമാണ്. രാജ്യസഭയുടെ കാലാവധി എന്ന് പറയുമ്പോൾ രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി ചോദിക്കുകയാണെങ്കിൽ അത്
6 വർഷവുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 12 പേരെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നുണ്ടെന്ന്. ഈ 12 പേരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. ഇനി ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ഇവർ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന രാഷ്ട്രപതി? കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ നിന്നാണ് 12 പേരെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തത് രാഷ്ട്രപതിയെക്കുറിച്ചിട്ടാണ് കേട്ടോ. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം ഏതാണ്? 52 ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പറയപ്പെടുന്ന അനുച്ഛേദം 52. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവനാണ് രാഷ്ട്രപതി. കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവനാണ് ആര്? രാഷ്ട്രപതി. ഇന്ത്യയുടെ പ്രഥമ പൗരൻ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ. അപ്പോൾ എൻ്റെ ഒപ്പം പറഞ്ഞേ, ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവൻ, ഇന്ത്യയുടെ പ്രഥമ പൗരൻ, ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. ആ സമയത്ത് കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ എന്നറിയപ്പെടുന്ന ആരായിരിക്കും? അത് പ്രധാനമന്ത്രിയാണ് കേട്ടോ, മാറിപ്പോകരുത്. പാർലമെൻറ്റിൻ്റെ അംഗമല്ലാത്ത പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകം നമ്മൾ പറഞ്ഞിരുന്നു. പാർലമെൻറ്റിൽ ഒരു അംഗമല്ല രാഷ്ട്രപതി, പക്ഷേ അംഗമല്ലെങ്കിൽ പോലും പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകം എന്ന് പറയുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ ഈ പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചുകൂട്ടിയ സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതും ഒക്കെ രാഷ്ട്രപതിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയൻ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയിലാണ്. പക്ഷേ എന്നാൽ ഈ അധികാരങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് ആരായിരിക്കും? അത് പ്രധാനമന്ത്രി നേതൃത്വത്തിലുള്ള മന്ത്രിസഭയായിരിക്കും. ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ്. ഇനി രാഷ്ട്രപതി ആരെയൊക്കെയാണ് നിയമിക്കുന്നത്? പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രി, ഗവർണർ, സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർ, ചീഫ് ജസ്റ്റിസ്, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, UPSC ചെയർമാൻ, അംഗങ്ങൾ, CAG, അറ്റോർണി ജനറൽ, കരനാവിക വ്യോമ സംയുക്ത സേനാ മേധാവികൾ, വിജിലൻസ് കമ്മീഷണർ, കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭരണാധികാരികൾ, വിദേശ രാജ്യങ്ങളിലേക്കുള്ള അംബാസിഡർമാർ, ഹൈ കമ്മീഷണർമാർ, ഓൾ ഇന്ത്യ സർവീസ് അംഗങ്ങൾ തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലേക്കുമുള്ള ആളുകളെ എപ്പോഴും ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഇനി രാഷ്ട്രപതി കഴിഞ്ഞാൽ ഇന്ത്യയുടെ പരമോന്നത പദവി ആർക്കുള്ളതാണ്? ഉപരാഷ്ട്രപതിക്കുള്ളതാണ്. രാഷ്ട്രപതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ പരമോന്നത പദവി പിന്നെ ആർക്കുള്ളതാണ്? ഉപരാഷ്ട്രപതിക്കുള്ളതാണ്. അപ്പോൾ രാഷ്ട്രപതി നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ആരായിരിക്കും ചെയ്യുന്നത്? ഉപരാഷ്ട്രപതി ആയിരിക്കും ചെയ്യുന്നത്. ഇനി രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനും ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 35 വയസ്സാണ്. ഉപരാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. ഇന്ത്യക്കൊരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 63 ഇന്ത്യക്കൊരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 63 ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരായിരിക്കും? രാഷ്ട്രപതിയായിരിക്കും. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരായിരിക്കും? രാഷ്ട്രപതിയാണ് ഒട്ടുമിക്ക ആളുകൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരായിരിക്കും? അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരൂലേ. എല്ലാവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതും എല്ലാ പദവിയിലേക്കും എല്ലാവരെയും നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. അപ്പോൾ രാഷ്ട്രപതിക്ക് ആര് സത്യവാചകം ചൊല്ലിക്കൊടുക്കും? ആരാണത്? വേറെ ആരുമല്ല, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് കേട്ടോ. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്? പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ എല്ലാവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന എല്ലാവരും അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന രാഷ്ട്രപതി. അപ്പോൾ അങ്ങനെ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്താൽ ആർക്കായിരിക്കും അധികാരം എന്ന് കൺഫ്യൂഷൻ വരില്ല. വേറെ ആർക്കും അല്ല കേട്ടോ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനാണ്. ഇനി അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതി ആർക്ക് രാജിക്കത്ത് സമർപ്പിക്കും? ഇത്രയും പരമോന്നതയിലിരിക്കുന്ന രാഷ്ട്രപതി ആർക്കായിരിക്കും രാജിക്കത്ത് സമർപ്പിക്കുന്നത്? അത് ഉപരാഷ്ട്രപതിക്കായിരിക്കും. ആർക്കായിരിക്കും? രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അതുപോലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്ന ആരായിരിക്കും? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നത് സുപ്രീം കോടതി ആയിരിക്കും. ആരാണ്? സുപ്രീം കോടതിയായിരിക്കും. ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്?
ഒന്ന് ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ഒന്ന് ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കണം, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തി ആയിരിക്കരുത്. എന്നാൽ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ എന്നിവർക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ്? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ ആദായകരമായ പദവി വഹിക്കുന്ന വ്യക്തി ആയിരിക്കരുത്. എന്നാൽ രാഷ്ട്രപതിക്ക് അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർമാർ, സംസ്ഥാന മന്ത്രിമാർ എന്നിവർക്ക് വിറ്റോ അധികാരങ്ങളുണ്ട്. അതെന്താണെന്ന് അറിയാമോ? രാഷ്ട്രപതിക്ക് വിറ്റോ അധികാരം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 111 കേട്ടോ. 111 പ്രകാരമാണ് രാഷ്ട്രപതിക്ക് എന്താണ് കുറച്ച് വിറ്റോ അധികാരങ്ങളുണ്ട്. 4 തരത്തിലുള്ള വിറ്റോ അധികാരങ്ങളാണ് രാഷ്ട്രപതിക്കുള്ളത്. ഒന്ന് അബ്സല്യൂട്ട് വിറ്റോ, പോക്കറ്റ് വിറ്റോ, സസ്പെൻസീവ് വിറ്റോ, ക്വാളിഫൈഡ് വിറ്റോ. അതിൽ അബ്സല്യൂട്ട് വിറ്റോ എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് പാസ്സാക്കിയൊരു ബില്ല് ഒപ്പിടാതിരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് അബ്സല്യൂട്ട് വിറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു, പാർലമെൻറ്റ് 2 സഭകളും ലോകസഭയും രാജ്യസഭയും ഒരു ബില്ല് പാസ്സാക്കി അത് രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോഴാണ് നിയമമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു അബ്സല്യൂട്ട് വിറ്റോ വെച്ച് വേണമെങ്കിൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? രാഷ്ട്രപതിക്ക് ആ ഒരു ബില്ലിൽ വലിയ വിശ്വാസമൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ ഇത് ഒപ്പുവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഒരു നല്ല രീതിയിൽ വരുമെന്ന് രാഷ്ട്രപതിക്ക് തോന്നുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം? അബ്സല്യൂട്ട് വിറ്റോ എന്ന അധികാരം രാഷ്ട്രപതിക്ക് ഉപയോഗിക്കാം. അതിൽ ഒപ്പുവെക്കാതിരിക്കാനുള്ള, കൂടാതെ അനിശ്ചിത കാലത്തേക്ക് കൈവശം വയ്ക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് പോക്കറ്റ് വിറ്റോ. എന്ത് ചെയ്യാം? പോക്കറ്റ് വിറ്റോ ബാക്കി തന്നെ ഉണ്ടല്ലോ, ഒപ്പിടാതെ എന്ത് ചെയ്യുന്നു? മടക്കി പോക്കറ്റിൽ വയ്ക്കുന്നു. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. പോക്കറ്റ് വിറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രപതി ബില്ല് വന്നപ്പോൾ രാഷ്ട്രപതി എന്ത് ചെയ്തു? അല്ലെങ്കിൽ വേണ്ട, ഈ ബില്ലൊന്നും ഒപ്പിടണ്ടെന്ന് പറഞ്ഞ് പുള്ളി അത് മടക്കി പോക്കറ്റിലേക്ക് വെക്കുന്നു. അങ്ങനെ പോക്കറ്റ് വിറ്റോ, അത് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ. രാഷ്ട്രപതിക്ക് വിറ്റോ ഉപയോഗിച്ച ആദ്യ രാഷ്ട്രപതി, പോക്കറ്റ് വിറ്റോ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഗ്യാനി സെയിൽ സിംഗ് ആണ് കേട്ടോ. ഗ്യാനി സെയിൽ സിംഗ് എന്ന് പറയുന്ന രാഷ്ട്രപതിയാണ് ആദ്യമായിട്ട് ഈ പോക്കറ്റ് വിറ്റോ ഉപയോഗിക്കുന്നത്. ഇനി സസ്പെൻസീവ് വിറ്റോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബില്ല് പാർലമെൻറ്റ് പുനഃപരിശോധനയ്ക്ക് രാഷ്ട്രപതി അയക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന വിറ്റോ അധികാരമാണ് സസ്പെൻസീവ് വിറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബില്ല് ലോകസഭയും രാജ്യസഭയും അംഗീകരിച്ച് രാഷ്ട്രപതിയുടെ അധികാരത്തിലേക്ക് ഒപ്പിടാൻ വരികയാണ്. അപ്പോൾ രാഷ്ട്രപതി വായിച്ചു നോക്കി രാഷ്ട്രപതിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? അത് തിരിച്ചയക്കാം. ഒന്നോടെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കേ എന്ന് പറഞ്ഞ് രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാനുള്ള അധികാരത്തെയാണ് സസ്പെൻസീവ് വിറ്റോ എന്ന് പറയുന്നത്. ഇനി ക്വാളിഫൈഡ് വിറ്റോ ആണ്. പാർലമെൻറ്റ് പാസ്സാക്കിയ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചൊരു ബില്ല് രാഷ്ട്രപതി ക്വാളിഫൈഡ് വിറ്റോ ഉപയോഗിച്ചാൽ അത്തരം വിറ്റോ മറികടക്കണമെങ്കിൽ ആ ബില്ല് ആദ്യം പാസ്സാക്കിയതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ വീണ്ടും പാസ്സാക്കേണ്ടി വരും. അപ്പോൾ ക്വാളിഫൈഡ് വിറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രപതിക്ക് ഒപ്പുവെക്കാനായിട്ട് ബില്ല് വരുന്നു, രാഷ്ട്രപതിക്ക് അത് വായിച്ചിട്ട് തൃപ്തികരമല്ലെങ്കിൽ രാഷ്ട്രപതി വീണ്ടും തിരിച്ചയക്കുമ്പോൾ നേരത്തെ എത്ര പേരുടെ ഭൂരിപക്ഷത്തിൽ ആ ഒരു ബില്ല് പാസ്സായോ അതിൻ്റെ എന്താണ് ആ ബില്ല് ആദ്യം പാസ്സാക്കിയ ഉയർന്ന ഭൂരിപക്ഷം. അപ്പോൾ ആദ്യം ആ ബില്ല് പാസ്സാക്കിയപ്പോൾ ഒരു 50 പേരുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് ആ ബില്ല് ഒന്നോടെ കൂടി അയക്കുമ്പോൾ വീണ്ടും ആ ബില്ല് രാഷ്ട്രപതി അധികാരത്തിൽ ഒപ്പിടാൻ വന്നെങ്കിൽ ആ 50ൻ്റെ സ്ഥാനത്ത് കുറച്ച് പേര് കൂടി 50ന് മുകളിൽ ആളുകൾ ആ ബില്ലിൽ എന്താണ് ആ ഒരു ഭൂരിപക്ഷം ഉണ്ടായെങ്കിൽ മാത്രമേ ബില്ലിൽ രാഷ്ട്രപതി പിന്നീട് അത് ഒപ്പുവെക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട വിറ്റോ അധികാരങ്ങൾ എന്ന് പറയുന്നത്. ഇനി കേന്ദ്രമന്ത്രിസഭയുടെ പ്രവർത്തനത്തിന് നേതൃത്വം വഹിക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. കേന്ദ്രമന്ത്രിസഭയുടെ പ്രവർത്തനത്തിന് നേതൃത്വം വഹിക്കുന്ന പ്രധാനമന്ത്രിയാണ്. രാഷ്ട്രപതി നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് കേന്ദ്രമന്ത്രിസഭയായിരിക്കും. കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുന്ന ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാർ, സഹമന്ത്രിമാർ, ഉപമന്ത്രിമാർ എന്നിവരൊക്കെയാണ് കേന്ദ്രമന്ത്രിസഭയിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളുന്നത്. അപ്പോൾ കേന്ദ്രമന്ത്രിസഭയുടെ പ്രവർത്തനം നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രിയാണ്. രാഷ്ട്രപതിയുടെ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് കേന്ദ്രമന്ത്രിസഭയാണ്. കേന്ദ്രമന്ത്രിസഭയുടെ ഉൾപ്പെടുന്നത് പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാർ, സഹമന്ത്രിമാർ, ഉപമന്ത്രിമാർ എന്നിവരൊക്കെ എവിടെ ഉൾപ്പെടുന്നു? ഈ ഒരു കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുന്നവരാണ്. ഇനി പ്രധാനമന്ത്രിയെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം നോക്കിപ്പോകാം. കേന്ദ്രമന്ത്രിസഭയുടെ തലവനാണ് പ്രധാനമന്ത്രി. കേന്ദ്രത്തിലെ കാവൽ മന്ത്രിസഭയുടെ തലവനാണ്. ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കൽ എന്നറിയപ്പെടുന്നു. തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്നു. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയായിരിക്കും. ദേശീയ വികസന കൗൺസിലിൻ്റെ ചെയർമാൻ, ദേശീയ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷനൊക്കെ ആരാണ്? പ്രധാനമന്ത്രിയാണ്. കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ, കേന്ദ്രത്തിലെ കാവൽ മന്ത്രിസഭയുടെ തലവൻ, ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല്, തുല്യരിൽ ഒന്നാമൻ, ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ചെയർമാൻ, ദേശീയ വികസന കൗൺസിലിൻ്റെ ചെയർമാൻ, ദേശീയ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷൻ എന്നിവയൊക്കെ ആരാണ്? അതൊക്കെ പ്രധാനമന്ത്രിയാണ്. ഇത് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സുപ്രീം കോടതിയെക്കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ സുപ്രീം കോടതിയെക്കുറിച്ചൊന്ന് വേഗത്തിൽ നോക്കിപ്പോകാം.
ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ഇന്ത്യയുടെ ഭരണഘടനയുടെ സംരക്ഷകൻ, കാവൽക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്നു. സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 124 സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 124. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് 1937 ന്യൂഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ട ഫെഡറൽ കോടതിയാണ് 1950 സുപ്രീം കോടതിയായി മാറിയത്. അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് 1937 ന്യൂഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ട ഫെഡറൽ കോടതിയാണ് 1950 സുപ്രീം കോടതിയായിട്ട് മാറിയത്. അപ്പോൾ ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോടതിയാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ സംരക്ഷകൻ, കാവൽക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 124. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് 1937 ന്യൂഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ട ഫെഡറൽ കോടതിയാണ് 1950 സുപ്രീം കോടതിയായിട്ട് മാറുന്നത്. സുപ്രീം കോടതി നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 28 സുപ്രീം കോടതി നിലവിൽ വരുന്നത്. സുപ്രീം കോടതി ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സുപ്രീം കോടതിയുടെ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് പാർലമെൻറ്റാണ്. 1950 സുപ്രീം കോടതി നിലവിൽ വന്നപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം 8. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 8 പേരാണ് നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. 2019 ഭേദഗതി അനുസരിച്ച് സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം 34. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 പേരുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാഷ്ട്രപതിയുടെ മുമ്പിൽ അല്ലെങ്കിൽ രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന ആരോ അവരുടെ മുമ്പിലായിരിക്കും ഈ ഒരു സുപ്രീം കോടതി ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ 1950 ജനുവരി 28 നിലവിൽ വന്നു. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. 1950 രൂപീകൃതമായപ്പോൾ 8 ജഡ്ജിമാരുണ്ടായിരുന്നു, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ. 2019 ഭേദഗതി ചെയ്തപ്പോൾ 34 ജഡ്ജിമാരായി ഉയർന്നു. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 ജഡ്ജിമാരാണ് ഉള്ളത്. ചീഫ് ജസ്റ്റിസിനെ ജഡ്ജിമാരെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ ഇവർക്ക് മുമ്പിൽ രാഷ്ട്രപതിക്ക് മുമ്പിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മറ്റ് ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രപതി ആരെയാണോ നിയോഗിച്ചിട്ടുള്ളത് അവരുടെ മുമ്പിലായിരിക്കും ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈക്കോടതിയാണ്. സംസ്ഥാനങ്ങളുടെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങൾ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നത് എപ്പോഴും ഹൈക്കോടതിയായിരിക്കും. ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നത് 1861. ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നതെന്നാണ് 1861. ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ആയിരുന്നത് ക്യാനിം പ്രഭു ആണ് കേട്ടോ. ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ആയിരുന്ന ആരാണ്? ക്യാനിം പ്രഭു ആണ്. 1861 ഹൈക്കോടതി നിയമം അനുസരിച്ച് ആദ്യ ഹൈക്കോടതി നിലവിൽ വന്ന വർഷം 1862. പിന്നെ അതിനകത്ത് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഹൈക്കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. ഹൈക്കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുമ്പിലാണ്. മറക്കല്ലേ, ഹൈക്കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആരുടെ മുമ്പിലാണ്? ഗവർണറുടെ മുമ്പിലാണ്. ഹൈക്കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്ന ആർക്കാണ്? അത് രാഷ്ട്രപതിക്കും ആയിരിക്കും. ഇനി സാമൂഹ്യശാസ്ത്ര വിവിധ പഠനരീതികൾ നമുക്ക് ജസ്റ്റ് നോക്കി പോകാം. ഒന്ന് സോഷ്യൽ സർവേ, അഭിമുഖം, കേസ് സ്റ്റഡി, നിരീക്ഷണം എന്നൊക്കെയാണ് സാമൂഹ്യശാസ്ത്ര വിവിധ പഠനരീതികൾ. ഏതൊക്കെയാണ്? സോഷ്യൽ സർവേ, അഭിമുഖം, കേസ് സ്റ്റഡി, നിരീക്ഷണം. അതിൽ സോഷ്യൽ സർവേ, സാമ്പിൾ സർവേ, ചോദ്യാവലി എന്നിങ്ങനെ രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സോഷ്യൽ സർവേയെ ഡിവൈഡ് ചെയ്യാം. ഇനി നിരീക്ഷണത്തെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് പങ്കാളിത്ത നിരീക്ഷണവും മറ്റൊന്ന് പങ്കാളിത്ത രഹിത നിരീക്ഷണവും. അപ്പോൾ സാമൂഹ്യശാസ്ത്ര പഠനരീതികൾ സോഷ്യൽ സർവേ, അഭിമുഖം, കേസ് സ്റ്റഡി, നിരീക്ഷണം. അതിൽ സോഷ്യൽ സർവേയിൽ സാമ്പിൾ സർവേ ഉണ്ട്, ചോദ്യാവലിയുണ്ട്. നിരീക്ഷണത്തിൽ പങ്കാളിത്ത നിരീക്ഷണമുണ്ട്, പങ്കാളിത്ത രഹിത നിരീക്ഷണവും ഉണ്ട്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് സാമൂഹ്യ നിയന്ത്രണമാണ്. 2 തരത്തിലുള്ള സാമൂഹ്യ നിയന്ത്രണമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണവും അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണവും. അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ നിയമത്താൽ ബന്ധിതമല്ലാത്തതാണ് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണം. അതായത് കുടുംബം, മതം, സമപ്രായക്കാർ എന്നിവയ്ക്കാണ് ഇതിനകത്ത് വരുന്നത് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൽ വരുന്നത്. ഇനി ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിലോ പോലീസ്, പട്ടാളം, കോടതി, ജയിൽ എന്നിവയ്ക്കാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൽ വരുന്നത്. അപ്പോൾ അനൗപചാരികം കുടുംബം, മതം, സമപ്രായക്കാർ. ഇനി ഔപചാരികം പോലീസ്, പട്ടാളം, കോടതി, ജയിൽ എന്നിവയാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൻ്റെ ഈ ഒരു പാർട്ടോടുകൂടി സോഷ്യൽ സയൻസിൻ്റെ LPSA മാരത്തോൺ അവസാനിക്കുകയാണ്. ഇനി മറ്റുള്ള സബ്ജക്റ്റുകളാണ് നമ്മൾ നോക്കുന്നത്. 3 പാർട്ട് സോഷ്യൽ സയൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോഷ്യൽ സയൻസ് മറ്റുള്ള 1-2 പാർട്ടുകൾ കാണാത്തവർ, മറ്റുള്ള വീഡിയോസ് കാണാത്തവരും കണ്ടു നോക്കണം. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ അതുപോലെ OMR ഷീറ്റ് പ്രാക്ടീസോ ഒബ്ജക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.